So today we are discussing about the culture media, different medias used for culturing bacteria or any microorganisms. What is a culture media? A food material or substance required for the growth of microorganism in vitro is called as culture media. നമുക്കറിയാം എൻവയോൺമെൻറ്റിൽ വളരുന്ന ഒരു ബാക്ടീരിയ അതിന് ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രിയൻസും അതിൻ്റെ ഫുഡെല്ലാം കണ്ടെത്തുന്നത് അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നുമാണ്. പക്ഷേ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയയ്ക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ കൾച്ചർ മീഡിയ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളൊരു സോഴ്സ് ഓഫ് ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ. കൾച്ചർ ചെയ്യാൻ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ. അതിൽ ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ ഫിസിക്കൽ ഗ്രോത്ത് പാരാമീറ്റേഴ്സും ഉണ്ടായിരിക്കും. എല്ലാ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിങ് ബാക്ടീരിയ ആർ ഗ്രോയിങ് ഇൻ കൾച്ചർ മീഡിയ ആൻഡ് ഓൾ മൈക്രോ ഓർഗാനിസം കനോട്ട് ഗ്രോ ഇൻ എ സിംഗിൾ കൾച്ചർ മീഡിയ. ഒരു ഒറ്റ കൾച്ചർ മീഡിയത്തിൽ മാത്രമായിട്ട് നമുക്ക് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും വളർത്തിയെടുക്കാൻ പറ്റില്ല. ഓരോ ബാക്ടീരിയാസിനും അല്ലെങ്കിൽ ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഓരോ കൈൻഡ് ഓഫ് കൾച്ചർ മീഡിയ ആയിരിക്കും ആവശ്യം. വൈറസിനാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മീഡിയ, ബാക്ടീരിയയ്ക്ക് ഒരു ടൈപ്പ് ഓഫ് മീഡിയ. ഈ ബാക്ടീരിയയിൽ തന്നെ പല വെറൈറ്റി ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഓരോ സ്പീഷീസിനും ഓരോ കൈൻഡ് ഓഫ് കൾച്ചർ മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി organism that cannot grow in the artificial culture medium are known as obligate parasite. ഒരു ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കുന്ന കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യാത്ത ബാക്ടീരിയനെയാണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് വളരാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്പേസ് ആവശ്യമാണ്. മൈക്കോബാക്ടീരിയം ലെപ്രെ, റിക്കറ്റ്സിയെ, ക്ലമീഡിയ, ട്രിപ്പോണിമ പാലിഡം അതെല്ലാം ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഒരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ഇറ്റ്സ് കമ്പോസിഷൻ, കൺസിസ്റ്റൻസി ആൻഡ് പർപ്പസ്. സോ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 3 ടൈപ്പാണ്. ഒന്ന് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്, ബേസ്ഡ് ഓൺ ഇൻഗ്രീഡിയൻസ് ആൻഡ് ബേസ്ഡ് ഓൺ പർപ്പസ് അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ദ മീഡിയ. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്, അതിൽ സോളിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ, ലിക്വിഡ് മീഡിയ. Second classification based on ingredients, simple media, complex media, synthetic or defined media. Then fourth one, special media. Final classification based on function or purpose of media. It contains 9 classes: general purpose media, enriched media, enrichment media, selective media, indicator media, differential media, transport media, anaerobic media and assay media. ഇനി ഓരോന്നായി നമുക്ക് പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മീഡിയ ആണ്. അത് ബൾക്കായിട്ട് നമ്മൾ ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുന്നതിനാണ് ലിക്വിഡ് മീഡിയ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ്, സെറാസ്, അതുപോലെ ആൻറ്റിജൻ കൾച്ചർ, ഇതിനെല്ലാം നമുക്ക് ഒരുപാട് കൾച്ചർ ചെയ്യണം. നമുക്ക് ഒരുപാട് തിക്ക് ബൾക്ക് എമൗണ്ട് നമുക്ക് ബാക്ടീരിയസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം റിക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ലിക്വിഡ് മീഡിയയിലാണ് ചെയ്യുന്നത്. പെപ്റ്റോൺ, വാട്ടർ, ന്യൂട്രിയൻ ഗ്രോത്ത് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് സോളിഡ് മീഡിയ. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു അഗാർ പ്ലേറ്റുകളിലാണ് നമ്മൾ സോളിഡ് മീഡിയ എപ്പോഴും നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ്, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ദറ്റ് ഈസ് അഗാർ. സോൾഡിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ അഗാർ നമ്മൾ ആഡ് ചെയ്യുന്നത്. അഗാറിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ല, അതുപോലെ ബാക്ടീരിയയുടെ ഗ്രോത്തിൽ യാതൊരു വക ഇഫക്റ്റും ഇല്ല. ജസ്റ്റ് സോൾഡിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ അഗാർ ആഡ് ചെയ്യുന്നത്. അതും 2%, അതായത് 100 ml എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2%, നമ്മളൊരു 2 ml അല്ലെങ്കിൽ 2 gram നമ്മൾ അഗാർ നമ്മൾ ആഡ് ചെയ്യും. ഈ അഗാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിലാവും. അതായത് 98 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ അഗാർ മെൽറ്റ് ആവും, എന്നിട്ട് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. കൂൾ ചെയ്യുമ്പോൾ അത് സോൾഡിഫൈ ചെയ്യും അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. ഇതിന് എക്സാമ്പിൾസ് ന്യൂട്രിയൻ്റ് അഗാർ, ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ എക്സെട്ര. അടുത്തത് സെമി സോളിഡ് മീഡിയ ആണ്. സെമി സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിക്വിഡ് ആസ് വെൽ ആസ് സോളിഡ് മീഡിയയുടെ ഫീച്ചേഴ്സ് ഉള്ള മീഡിയാസ് ആണ്. സോഫ്റ്റ് ആൻഡ് യൂസ്ഫുൾ
ഫോർ ഡിറ്റർമിനിങ് മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ. അതായത് ബാക്ടീരിയയുടെ മോട്ടിലിറ്റി ഒക്കെ നമുക്ക് അസംഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോളിഡ് മീഡിയ സാധാരണയായി യൂസ് ചെയ്യുന്നത്. മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈൽ ബാക്ടീരിയനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമ്മൾക്ക് സെമി സോളിഡ് മീഡിയാസ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണ ഒരു സോളിഡ് മീഡിയ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്നത് 2% അഗാറാണ്. പക്ഷേ ഒരു സെമി സോളിഡ് മീഡിയ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അതിനേക്കാളും ക്വാണ്ടിറ്റി വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. അതായത് 0.2 to 0.5% അഗാറെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെമി സോളിഡ് മീഡിയ കിട്ടും. ഹഗ് ആൻഡ് ലൈഫ്സൺസ് ഓക്സിഡേഷൻ ഫെർമെൻറ്റേഷൻ ടെസ്റ്റ് മീഡിയം ആൻഡ് മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയം ആർ സെമി സോളിഡ് കൈൻഡ് ഓഫ് മീഡിയ. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻഗ്രീഡിയൻസ് ആണ്. അതിൻ്റെ ഉള്ളിൽ മീഡിയയുടെ ഉള്ളിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കമ്പോസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് സിമ്പിൾ മീഡിയ ഓർ ബേസൽ മീഡിയ. ഓക്കെ, അതിൽ നമുക്കറിയാം ബേസിക് ആയിട്ട് ഒരു ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ട് എന്തെല്ലാം ന്യൂട്രിയൻസ് വേണോ അതെല്ലാം ബേസിക് ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു മീഡിയയാണിത്. ഫോർ എക്സാമ്പിൾ പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡ്, മീറ്റ് എക്സ്ട്രാക്ട്, വാട്ടർ and some kind of vitamins, amino acids, inorganic and organic salts, metal ions, minerals. ഇതെല്ലാം ബേസിക് ആയിട്ട് വളരെ ബേസിക് ക്വാണ്ടിറ്റീസിൽ അവൈലബിൾ ആയിട്ടുള്ള മീഡിയ ആണ്. ഫോർ എക്സാമ്പിൾ ന്യൂട്രിയൻ്റ് അഗാർ മീഡിയ. ഒട്ടുമിക്ക എല്ലാത്തരം ബാക്ടീരിയത്തിനെയും നമുക്ക് ഗ്രോ ചെയ്യാൻ ബേസിക് മീഡിയ നമുക്ക് ബേസൽ മീഡിയ യൂസ് ചെയ്യാം. അടുത്തത് കോംപ്ലക്സ് മീഡിയ ആണ്. പേര് പോലെ തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മീഡിയയാണ് കോംപ്ലക്സ് മീഡിയ. അതിൽ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയയുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ കോംപ്ലക്സ് മീഡിയ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഈ മീഡിയയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരുപാട് അധികം ഇൻഗ്രീഡിയൻസ് അതിൽ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ TCBS agar, that is thiosulfate citrate bile salt sucrose agar. ഇത് കോമൺ ആയി യൂസ് ചെയ്യുന്നത് വിബ്രിയോ സ്പീഷീസിൻ്റെ കൾച്ചറിങ്ങിനാണ്. TCBS അഗാറിൽ വിബ്രിയോ കോളറെ പോലെയുള്ള സ്പീഷീസിനെ നമ്മൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അത് യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ കളർ കോളനീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് വിബ്രിയോ സ്പീഷീസ്. ആ കോളനിയുടെ കളർ കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കണ്ട് നമുക്ക് ഏത് ഓർഗാനിസത്തിൻ്റെ കോളനിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അതിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ ആണ്. പേര് പോലെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പ്യുവർ കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. അതുപോലെ ഡിഫൈൻഡ് എന്ന് പറയാൻ കാരണം ഈ മീഡിയയുടെ എക്സാക്ട് കമ്പോസിഷൻ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിഫൈൻഡ് മീഡിയ ഓൾസോ. എക്സാമ്പിൾ ഹാങ്സ് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വൈറസ്. അടുത്തത് സ്പെഷ്യൽ മീഡിയ ആണ്. സ്പെഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മീഡിയ ആണ് സ്പെഷ്യൽ മീഡിയ. എക്സാമ്പിൾ മുള്ളർ ഹിൻഡൻ അഗാർ മീഡിയം. എല്ലാ തരം ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റുകൾക്കും മുള്ളർ ഹിൻഡൻ അഗാർ മീഡിയമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് നോൺ സെലക്റ്റീവ് ആൻഡ് നോൺ ഡിഫറൻഷ്യൽ ഇൻ നേച്ചർ. അതായത് ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയനെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ബാക്ടീരിയാസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് കോമൺ ആയിട്ട് ചില സ്പെഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ്. അതിൻ്റെ പ്രത്യേകത മുള്ളർ ഹിൻഡൻ അഗാറിൽ നമ്മളൊരു ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ എല്ലാം ഈ അഗാർ മീഡിയം അബ്സോർബ് ചെയ്ത് നശിപ്പിക്കും. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ആഡ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സും ഈ ടോക്സിൻസുമായിട്ട് ഒരു ഇൻ്റർഫറൻസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്ന് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഡ്രഗിന് ഡിഫ്യൂസ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റിയും മുള്ളർ ഹിൻഡൻ അഗാറിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനൊരു സ്പെഷ്യൽ മീഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫൈനൽ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഓർ പർപ്പസ് ഓഫ് മീഡിയ. അതിലും നേരത്തെ പറഞ്ഞ പോലെ ബേസൽ മീഡിയ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ജനറൽ പർപ്പസിനെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയ മീഡിയ ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ തരം ഓർഗാനിസും ബേസൽ മീഡിയയിൽ ഗ്രോ ചെയ്യും.
കോമൺ ആയിട്ടും നോൺ ഫാസ്റ്റിഡിയസ് ബാക്ടീരിയസിനാണ് ഇത് ബെറ്റർ ഗ്രോത്ത് കാണിക്കുന്നത്. നോൺ ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയയ്ക്ക് വളരാൻ ഒരുപാട് എക്സ്ട്രാ ന്യൂട്രിറ്റീവ് കണ്ടൻസ് ഒന്നും ആവശ്യമില്ല, സാധാരണ ന്യൂട്രിയൻസ് വെച്ച് തന്നെ വളരും. അത്തരം ബാക്ടീരിയകളെയാണ് നമ്മൾ നോൺ ഫാസ്റ്റിഡിയസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ന്യൂട്രിയൻസ് ആവശ്യമുള്ള ബാക്ടീരിയസിനെയാണ് ഫാസ്റ്റിഡിയസ് ഓർഗാനിസം അല്ലെങ്കിൽ ഫാസ്റ്റിഡിയസ് ബാക്ടീരിയ എന്ന് നമ്മൾ പറയുന്നത്. ഒരു ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രൈമറി ഐസൊലേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസൽ മീഡിയ ആണ്. അടുത്തത് എൻറിച്ച്ഡ് മീഡിയ ആണ്. എൻറിച്ച്ഡ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം വി ആർ ആഡിങ് എക്സ്ട്രാ ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഫാസ്റ്റിഡിയസ് ഓർഗാനിസം. ഓക്കെ, എഗ് യോക്ക്, സെറം, ബ്ലഡ്, അങ്ങനെ എക്സ്ട്രാ ന്യൂട്രിയൻസ് നമ്മൾ മീഡിയയിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനെയാണ് എൻറിച്ച്ഡ് മീഡിയ. ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, ലോഫ്ലർ, സെറം, സ്ലോപ്പ് ഇതെല്ലാം എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം. ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ന്യൂട്രിയൻ്റ് അഗാർ. ഓക്കെ, അതിലേക്ക് നമ്മൾ 5 to 10% ബ്ലഡ് ആഡ് ചെയ്യണം. ഇപ്പോൾ 100 ml ന്യൂട്രിയൻ്റ് അഗാർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു 5 ml ബ്ലഡ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? കൂൾ സ്റ്റേജിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ബ്ലഡിന് അതേ കളർ തന്നെ അഗാറിന് കിട്ടും. സോ ഇറ്റ് ബിക്കം റെഡ് കളർ അഗാർ, ദാറ്റ് ഈസ് ബ്ലഡ് അഗാർ. ഇപ്പോൾ അഗാർ മെൽറ്റഡ് ആയിട്ടുള്ള ഹോട്ട് സ്റ്റേജിലാണ് നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിലെ ബ്ലഡ് സെൽസിനെല്ലാം ഹീമോലൈസിസ് സംഭവിച്ച് അതൊരു ബ്രൗൺ കളർ ഫോം ചെയ്യും. അപ്പോൾ നമ്മളതിനെ ചോക്ലേറ്റ് അഗാർ എന്ന് വിളിക്കും. ബ്ലഡ് അഗാറും ചോക്ലേറ്റ് അഗാറും വ്യത്യസ്ത പർപ്പസുകൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് എൻറിച്ച്മെൻറ്റ് മീഡിയ ആണ്. എൻറിച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ചില പർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് മാത്രം ഡിസൈറബിൾ ആയിട്ടുള്ള മീഡിയ ആണ്. അതായത് ചില ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യും, അതേസമയം ചില ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തുകളെ സപ്രസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പെർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഫേവർ ചെയ്യാനുള്ള ന്യൂട്രിയൻസ് ആയിരിക്കും എൻറിച്ച്മെൻറ്റ് മീഡിയയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഓർഗാനിസംസ് എല്ലാം ചത്തുപോകും, അല്ലെങ്കിൽ അവർ ഗ്രോ ചെയ്യില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. യൂസ് ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഡിസൈഡ് ഓർഗാനിസം ഇൻ ടു ഡിസൈഡ് ലെവൽ. നമുക്ക് ചില സാമ്പിളുകളിൽ നിന്ന്, കോമൺ ആയിട്ടും ഇതൊരു മിക്സഡ് കൾച്ചർ സാമ്പിൾസിനാണ് നമ്മൾ എൻറിച്ച്മെൻറ്റ് മീഡിയ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഫീക്കൽ സാമ്പിളിലെല്ലാം ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നൊരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കണം, ഗ്രോ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻറിച്ച്മെൻറ്റ് മീഡിയ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ചില പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും വിച്ച് ആർ ഫേവറബിൾ ഫോർ പർട്ടിക്കുലർ ഓർഗാനിസം. ഫോർ എക്സാമ്പിൾ സെലനൈറ്റ് എഫ് ബ്രോത്ത് എന്ന് പറയുന്ന ഒരു മീഡിയ ഉണ്ട്. അതിൽ സെലീനിയം ആയിരിക്കും കൂടുതൽ കണ്ടന്റ്. ഇറ്റ്സ് എ സോൾട്ട് ഫോം. ഓക്കെ, അപ്പോൾ സോൾട്ട് ലവിങ് ആയിട്ടുള്ള ഹാലോഫൈൽസ് ബാക്ടീരിയ കൂടുതലായിട്ടും അതിൽ ഗ്രോ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഓർഗാനിസംസ് എല്ലാം ഗ്രോത്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ അത് ചത്തുപോകും. ഓക്കെ, അതുപോലെ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാം. മോൾട്ടഡ് സ്റ്റേജിലുള്ള മീഡിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, മോൾട്ടൺ സ്റ്റേജിലുള്ള, അതായത് മെൽറ്റഡ് ആയിട്ടുള്ള മീഡിയയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തെർമോഫിലിക് ബാക്ടീരിയ, അതായത് ടെമ്പറേച്ചർ ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയ നന്നായി വളരും, ബാക്കിയെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഉണ്ട്, അതിൽ ആൽക്കലോഫൈൽസിനെ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വിബ്രിയോ സ്പീഷീസ്. അപ്പോൾ അതാണ് എൻറിച്ച്മെൻറ്റ് മീഡിയ. അടുത്തത് സെലക്റ്റീവ് മീഡിയ ആണ്. ഇതും എൻറിച്ച്മെൻറ്റ് മീഡിയ പോലെ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൾച്ചർ ചെയ്തെടുക്കണമെങ്കിൽ അത് സെലക്റ്റീവ് മീഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻഹിബിറ്റർ ഏജൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ മാത്രം നമ്മളിവിടെ ഗ്രോ ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ള ഓർഗാനിസം വളരാതിരിക്കാൻ വേണ്ടി ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുന്നു. ഈ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആവാം, ഡൈസ് ആവാം, കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും pH വേരിയേഷൻ വരുത്താനുള്ള ഏജൻസ് ആവാം, അല്ലെങ്കിൽ ഇത് കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ ഒരു കൂട്ടം ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നമ്മളവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം
ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്തെടുക്കുന്നു. അത്തരം മീഡിയാസിനെയാണ് നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. തയർ മാർട്ടിൻ അഗാർ മീഡിയം ഒരു എക്സാമ്പിളാണ്. നെസീറിയ ഗൊണേറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ കൾച്ചറിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്, വാൻകോമൈസിൻ, കോളസ്റ്റിൻ, നിസ്റ്റാറ്റിൻ. അപ്പോൾ അതർ ആൻറ്റിബാക്ടീരിയൽ ഏജൻസ്, ആൻറ്റി ഫംഗൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വന്ന് നശിച്ചു പോകും. ഓൺലി നെസീറിയ ഗൊണേറിയ മാത്രം ഗ്രോ ചെയ്യും. അതുപോലെ ക്രിസ്റ്റൽ വയലറ്റ് ബ്ലഡ് അഗാർ, അത് സ്റ്റഫൈലോകോക്കസ് പൈറോജനസ്, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിൽസൺ ബ്ലെയർ അഗാർ മീഡിയം, സാൽമണല്ല ടൈഫൈക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് അഗാറുകളുണ്ട് സെലക്റ്റീവ് മീഡിയയിൽ. ഇതതിൻ്റെ ഇമേജാണ്. ഇതെല്ലാം നിങ്ങൾ റെഫർ ചെയ്യണം. വിൽസൺ ബ്ലെയർ മീഡിയയിൽ നമ്മൾ സാൽമണല്ല ടൈഫൈനെ മാത്രം കൾച്ചർ ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് കളറിലുള്ള കോളനീസ് ആയിട്ട് കാണാം. ബാക്കിയുള്ള ഒന്നും അവിടെ അതിൽ വളരില്ല. ഓൺലി സാൽമണല്ല ടൈഫൈ മാത്രമേ വളരുള്ളൂ. അതുപോലെ തയർ മാർട്ടിൻ മീഡിയത്തിൽ നെസീറിയ ഗൊണേറിയ അല്ലെങ്കിൽ നെസീറിയ സ്പീഷീസ് മാത്രമാണ് അതിൽ വളരുന്നത്. അപ്പം അങ്ങനെ ചില പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. അതായത് ചില ഓർഗാനിസത്തിന് അത് വളരുമ്പോൾ ആ മീഡിയയിലേക്ക് ഒരു കളർ ചേഞ്ച് സംഭവിക്കും. ആ കളർ ചേഞ്ചിൽ നിന്നും നമുക്കത് ഇന്ന ഓർഗാനിസം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ കളർ വെച്ചിട്ട് കളർ ചേഞ്ചസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മീഡിയസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വിൽസൺ ബ്ലെയർ അഗാർ മീഡിയം. ഈ മീഡിയത്തിൻ്റെ പ്രത്യേകത ഇതിൽ സൾഫൈറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാൽമണല്ല ടൈഫൈ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം അതിൽ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ ഈ മീഡിയയിൽ അടങ്ങിയിരിക്കുന്ന സൾഫൈറ്റ് റിഡ്യൂസ് ചെയ്ത് സൾഫൈഡ്സ് ആയിട്ട് ഫോം ചെയ്യും. ആസ് എ റിസൾട്ട് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കളർ ദാറ്റ് ഈസ് ബ്ലാക്ക്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന സാൽമണല്ല ടൈഫയുടെ കോളനീസ് അതിൻ്റെ കൾച്ചറിനെല്ലാം ആ ബാക്ടീരിയക്കെല്ലാം ബ്ലാക്ക് കളറായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ പറ്റും? സാൽമണല്ല ടൈഫൈ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അങ്ങനെ ഇൻഡിക്കേറ്റർ മീഡിയയുടെ യൂസ് വരുന്നത്. അടുത്തത് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഏതെങ്കിലും രണ്ട് ഓർഗാനിസത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മീഡിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡൈസ് അല്ലെങ്കിൽ മെറ്റാബോളിക് സബ്സ്ട്രേറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മീഡിയ ഉണ്ടാക്കുന്നത്. മെയിനായിട്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മാക്കോൺകി അഗാറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡയഗ്രത്തിൽ. രണ്ട് ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്, ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയയും നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ബാക്ടീരിയയും. അപ്പോൾ മാക്കോൺകി അഗാറിൽ ലാക്ടോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയ നമ്മൾ ഒരു കൾച്ചർ ഇടുന്നു, അതിൽ ലാക്ടോസ് ഫെർമെൻറ്റിങ്ങും നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആയിട്ടുള്ള കോളനികളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അഗാർ പ്ലേറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് മാക്കോൺകി അഗാർ എടുക്കുന്നു. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. കൾച്ചർ ചെയ്യുമ്പോൾ പിങ്ക് കോളനീസ് വരികയാണെങ്കിൽ ലാക്ടോസ് മീഡിയത്തിലുള്ള ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യുന്ന ഫെർമെൻറ്റേഷൻ വഴി യൂട്ടിലൈസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് പിങ്ക് കളർ കോളനീസ് കാണിക്കും. ഇനി നമ്മളുടെ കൾച്ചറിൽ ലാക്ടോസ് ഫെർമെൻറ്റേഷൻ നടത്താൻ സാധിക്കാത്ത സാധാ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നോർമൽ കോളനി ആയിട്ടും കാണിക്കും. അങ്ങനെ ഒരു കോളനി പിങ്ക് കളറിലും ഒരു കോളനി കളർലെസ്സുമായിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ലാക്ടോസ് ഫെർമെൻറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്, നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഷൻ നടത്തുന്ന ബാക്ടീരിയ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ രണ്ട് ടൈപ്പ് ബാക്ടീരിയനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് മാക്കോൺകി അഗാർ. അതുപോലെ ബ്ലഡ് അഗാറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട്. കാരണം നമുക്കറിയാം ഹീമോലൈസിസ്, അതായത് ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ലൈസിസ് ആണ് ഹീമോലൈസിസ്, അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചില ബാക്ടീരിയ ബ്ലഡിനെ ഹീമോലൈസിസ് ചെയ്യും. അതായത് ചിലത് പാർഷ്യലി ഹീമോലൈസ് ചെയ്യും, ചിലത് കംപ്ലീറ്റ് ആയിട്ട് ഹീമോലൈസ് ചെയ്യും, ചിലത് ഹീമോലൈസിസ് ചെയ്യില്ല. അപ്പോൾ ആ ഹീമോലൈസിസിനെ ബേസ് ചെയ്ത് നമുക്ക് ബാക്ടീരിയ ഏതാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബ്ലഡ് അഗാറും നമുക്ക് ഇതിന് പർപ്പസിന് യൂസ് ചെയ്യാം. ട്രാൻസ്പോർട്ട് മീഡിയ ആണ് അടുത്തത്. ഒരു ലബോറട്ടറി പർപ്പസിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യുന്നത്. ഒരു ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് നമ്മൾക്ക് ഒരു കൾച്ചർ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം മീഡിയയാണ് ഉപയോഗിക്കുക.
അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഓവർ ഗ്രോത്ത് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു 10 കൾച്ചർ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ 10 കൾച്ചറും അതേ ക്വാണ്ടിറ്റി തന്നെയായിരിക്കണം അവിടെ എത്തുമ്പോഴും. എവിടേക്കാണോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അവിടെ എത്തുമ്പോഴും അതേ ക്വാണ്ടിറ്റി തന്നെയായിരിക്കണം. അതുപോലെ തന്നെ ഡെഡ് ആവാനും പാടില്ല. അതുപോലെ പുറത്തേക്ക് ലീക്കേജ് വന്ന് അത് സ്പ്രെഡ് ഔട്ട് ആവാൻ പാടില്ല. അതുപോലെ പുറത്തു നിന്ന് യാതൊരു കണ്ടാമിനേഷൻസും അകത്തേക്കും വരാൻ പാടില്ല. അപ്പം ഈ ക്രൈറ്റീരിയാസ് എല്ലാം പാലിക്കുന്ന ഒരു മീഡിയ ആയിരിക്കണം ട്രാൻസ്പോർട്ട് മീഡിയ. ഫോർ എക്സാമ്പിൾ സ്റ്റുവേർട്സ് ആൻഡ് ആമീസ് മീഡിയ ഒക്കെ നമ്മൾ സെമി സോളിഡ് മീഡിയ ആണ് ഇത് എന്താ പറയുക ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്നത്. അതിൽ കുറേ ഇൻഹിബിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും കണ്ടാമിനേഷൻ വരികയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയുള്ള ഇൻഹിബിറ്ററി ഫാക്ടേഴ്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു മീഡിയ ആണ്. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്രാൻസ്പോർട്ടിംഗ് കൾച്ചേഴ്സ്. ഫൈനലി എനേറോബിക് മീഡിയ ആണ്. നമ്മൾ നേരത്തെ നമ്മൾ ഓക്സിജൻ റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ കുറേ ബാക്ടീരിയ ഒബ്ലിഗേറ്റ് എനേറോബ്സ്, ഫക്കൾട്ടേറ്റീവ് എനേറോബ്സ്, മൈക്രോ എയറോഫൈൽസ്, അതുപോലെ എയറോ ടോളറൻറ്റ്, ഇതെല്ലാം നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അനേറോബിക് മീഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്യുന്നത്. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം, അതുപോലെ തയോഗ്ലൈക്കോളേറ്റ് മീഡിയം എല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഫൈനലി ഒരെണ്ണം കൂടിയുണ്ട്, അസേ മീഡിയം. അതായത് മൈക്രോബയോളജിക്കൽ അസേ പർപ്പസിന് യൂസ് ചെയ്യുന്ന മീഡിയമാണ് അസേ മീഡിയം. താങ്ക് യു.